Hello everyone, welcome back to my channel. It's time to tell the story. Night of the Seven Kingdoms. രണ്ടാമത്തെ എപ്പിസോഡാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോയിൽ പകുതി വോയിസ് ഒരു അടഞ്ഞ സൗണ്ടായിട്ട് തോന്നിയേക്കാം. വേറെ ഒന്നല്ല, എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടാണ്. ഇത്തവണത്തേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ എപ്പിസോഡിൽ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്റെ മാസ്റ്റർ ആയിട്ടുള്ള എർലൻ ഓഫ് പെനിട്രി പുള്ളിനെ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇവൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എർലന്റെ വീരസാഹസ്യങ്ങൾ അതവൻ എല്ലാ ലോഡ്സിനോടും പോയി പറയാണ്. അദ്ദേഹം ഒരുപാട് ആളുകളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ അയാൾ അറിയില്ല. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു, ചുറ്റുമുള്ളവരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു എന്നെല്ലാം പറയാണ്. എന്നിട്ട് അവൻ തിരിഞ്ഞു പോരുന്ന നേരം നമ്മുടെ മൊട്ടക്കുട്ടപ്പൻ പറയാണ് ഇവന്റെ അടുത്ത്, നിങ്ങളിങ്ങനെ എല്ലാരോടും ഇങ്ങനെ കുനിഞ്ഞ് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളൊരു യോദ്ധാവല്ലേ, ഇത്രയ്ക്കും വിനയം പാടില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആ നഗരത്തിലേക്ക് കുറച്ച് ആൾക്കാർ വരാണ്. അതാരാണെന്ന് വെച്ചാൽ ഹൗസ് ഓഫ് ടാർഗേരിയൻസ്. ഈ 7 കിങ്ഡംസും ഭരിക്കുന്നത് ഇപ്പോൾ അവരാണ്. ഇപ്പൊ മൊട്ടക്കുട്ടനാണെങ്കിൽ ഡങ്കിനോട് പറയും, ഞാൻ എന്ന കുതിരകളെയും കൊണ്ട് നമ്മുടെ എൽട്രീന്റെ അടുത്തേക്ക് പോവാണെന്ന്. ഡങ്കും അതിന് ഓക്കെ പറയാണ്. ആഷ്ഫോളിലെ രാജാവ് അവരെ സ്വാഗതം ചെയ്യാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് നിലവിലത്തെ രാജാവിന്റെ 2 മക്കളാണ്. അടുത്ത കിരീടാവകാശിയായിട്ടുള്ള ബെയ്ലോൺ ടാർഗേരിയനും പിന്നെ അയാളുടെ സഹോദരനായിട്ടുള്ള മെയ്ക്കർ ടാർഗേരിയനും അയാളുടെ 2ാമത്തെ മകൻ ഏരിയോൺ ടാർഗേരിയനും. ഏരിയോൺ ഡങ്കിനെ കണ്ടിട്ട് ലായത്തിലെ ഏതോ ജോലിക്കാരനാണെന്ന് കരുതിയിട്ട് അവന്റെ കുതിരേനെ കൊണ്ടുപോയി കെട്ടാനായിട്ട് പറയാണ്. എങ്കിലും നമ്മുടെ ഡങ്കൻ അവനോട് പറയുന്നുണ്ട്, സോറി, ഞാൻ ഇവിടുത്തെ ജോലിക്കാരനല്ല, ഞാനൊരു നൈറ്റ് ആണെന്ന് പറയാണ്. അന്നേരം മറ്റൊരു ജോലിക്കാരനെ അവന്റെ കുതിര ചവിട്ടിയിടുന്ന നേരത്ത് നമ്മുടെ ഡങ്ക് ആ ഒരു കുതിരേനെ മെരുക്കിയിട്ട് ലായത്തിൽ കൊണ്ട് കെട്ടുന്നുണ്ട്. അന്നേരം ഈ രാജാക്കന്മാരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള 2 യോദ്ധാക്കളെ ഇവൻ പരിചയപ്പെടാണ്. അതിലൊരാളാണെങ്കിൽ താഴ്ന്ന ഒരു സമുദായത്തിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ഡങ്കൻ അയാൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു നിലയിൽ നിന്ന് ഈ രാജാക്കന്മാരുടെ സൈന്യത്തിലേക്ക് എത്തിപ്പെട്ടെന്ന്. അയാളും അതിന് മറുപടി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു പോവാണ്. ഇന്നേരത്ത് അവൻ ഒരു ജോലിക്കാരെത്തി രാജാക്കന്മാരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് അവൻ കാണും. ആ ഒരു രഹസ്യ വഴിയിലൂടെ നമ്മുടെ ആളും പിന്നാലെ പോവാണ്. അന്നേരം അവര് ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു മീറ്റിംഗിലായിരിക്കുള്ളൂ. നമ്മുടെ ഡങ്കും അവിടെ മറഞ്ഞു നിന്ന് കേൾക്കാണ് അതെല്ലാം. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു മെയ്ക്കറിന്റെ 2 മക്കൾ ഇപ്പൊ കാണാനില്ല. അതിൽ ഒരുത്തനാണെങ്കിൽ ഈ ഒരു ടോർണിക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ എവിടെയാണെന്നുള്ളതാണ് ചർച്ചാ വിഷയം. ഇതിനിടയിൽ ആ ഒരു ആഷ്ഫോർഡ് രാജാവിന്റെ മകള് ഇവനെ കണ്ടിട്ട് ഇവന്റെ അടുത്ത് വന്നിട്ട് ഈ രാജകുമാരന്മാരെ കാണാത്തോണ്ട് യുദ്ധം വരാൻ പോവാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഡങ്കിന്റെ അനക്കം കേട്ടിട്ട് അവര് ശ്രദ്ധിക്കാണ്, ആരാടാ അവിടെ മറിഞ്ഞിരിക്കണേ, പുറത്തു പാടാന്ന് പറയുമ്പോൾ ഡങ്ക് വെളിയിൽ വരാണ്. അവനും ഇതൊരു അവസരമായിട്ട് കണക്കിലെടുത്തിട്ട് അവന്റെ കാര്യം പറയാണ്. താൻ ഒരു ഹെഡ്ജ് നൈറ്റ് ആണെന്നും ടോർണിയിൽ പങ്കെടുക്കാൻ വന്നതാണെന്നും പക്ഷെ തന്റെ മാസ്റ്ററിനെ ഇവിടെ ആരും അറിയില്ല എന്നുള്ള കാര്യം അവൻ പറയാണ്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഇവന്റെ മാസ്റ്റർ ആയിട്ടുള്ള എർലനെ ഈ ഒരു ബെയ്ലോൺ ടാർഗേരിയൻ അറിയാം. അയാളുമായിട്ട് ടോർണിയിൽ മുമ്പ് ഈ എർലൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ ജയിച്ചതും ബെയ്ലോൺ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഡങ്കിന് ഈ ഒരു ടോർണിയിൽ പങ്കെടുക്കാനുള്ള അനുവാദം കൊടുക്കാണ്. പക്ഷെ ഇവന് ആ ഒരു എർലന്റെ ആർമേഴ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവൻ അയാളുടെ മകനല്ല. അയാളുടെ മകനാണെങ്കിൽ മാത്രമേ അയാളുടെ അടയാളമുള്ള അയാളുടെ ആർമേഴ്സ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന് പുതിയ ഇവന്റേതായിട്ടുള്ള ആർമേഴ്സ് ഇവന് മേടിക്കേണ്ടതുണ്ട്. അവനും സന്തോഷത്തിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നത് നേരെ ആ ഒരു പപ്പറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ആ ഒരു ടാൻസൽ എന്ന് പറയുന്ന പെൺകുട്ടി ഇത്തവണ ആ ഒരു ഷോയിൽ നായകനാക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു യോദ്ധാവിനെയാണ്. അവനും ആ ഒരു ഷോ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ മൊട്ടക്കുട്ടപ്പനും ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ ഷോയിലാണെങ്കിൽ ഒരു ഡ്രാഗൺ വന്ന് തീ തുപ്പുന്നെല്ലാം കാണുമ്പോൾ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു സംശയവും ആശ്ചര്യം എല്ലാം അവനുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡങ്ക് ടാൻസലിനെ പരിചയപ്പെടാനായിട്ട് പോവാണ്. ഡങ്കിനെ പോലെ തന്നെ നല്ല ഹൈറ്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ ടാൻസലും. ഡങ്ക് അവളോട് അവന്റെ പരിചയയിൽ ഒരു പടം വരച്ച് തരാനായിട്ട് ആവശ്യപ്പെടാണ്. എയർലൈൻ്റെ സൈൻ അതിൽ നിന്ന് മാറ്റിയാൽ അവൻ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്താ വരയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു എൽ മരത്തിന് മുകളിൽ ഫോളിംഗ് സ്റ്റാർ പോകുന്നതായിട്ട് വരയ്ക്കാനാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം നമ്മൾ കണ്ടില്ലേ ആ ഒരു കാഴ്ച. വെറുതെ വേണ്ട പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ ടാൻസൽ അതിന് സമ്മതിക്കാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ പരിചയം മാത്രം പോരാലോ, ബാക്കിയുള്ള ആർമേഴ്സ് കൂടെ വേണ്ടേ. അതിനു വേണ്ടിയിട്ട് ആർമേഴ്സ് എല്ലാം മാനിക്കാനായിട്ട് ഒരാളുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ ഒരു ഹെൽമെറ്റിന്റെ വില തന്നെ 800 കോയിൻസ് ആണ്. അവന്റെ 5ന്റെ പൈസ ഇല്ല, ആകെയുള്ളത് ഒരു 2 കോയിനാണ്. അയാൾ പറയുന്നുണ്ട് വലിയ കേടുപാടുകളൊന്നും വരുന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് തരാന്ന്. പക്ഷെ അവന്റെ 2 കോയിന് അതും സാധ്യമാവില്ല. അങ്ങനെ അവന് വേറൊരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ ഒരു തീരുമാനം എടുക്കാണ്. അവന്റെ 3 കുതിരകളിൽ ഒരു കുതിരേനെ അവൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കാണ്. ആ ഒരു ആർമേഴ്സ് വാങ്ങിക്കാനായിട്ട് മനസ്സോടെ അവൻ ആ ഒരു കുതിരേനെ കൊടുത്തിട്ട് ആ ആർമേഴ്സ് എല്ലാം വാങ്ങിക്കാണ്. കുതിരേനോട് യാത്ര പറഞ്ഞിട്ട് അവൻ മനസ്സിൽ തീരുമാനിക്കാണ് ഈ മത്സരത്തിൽ അവൻ ജയിക്കും, അവന്റെ കുതിരേനെ അവൻ തിരിച്ചു കൊണ്ടുപോകുന്നെല്ലാം. അടുത്ത സീനിൽ ഭക്ഷണം കഴിക്കുന്ന നേരം എഗ്ഗിനോട് അവൻ പറയാണ് അവന്റെ ആഗ്രഹങ്ങളെല്ലാം. ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ട് ഹൗസ് ടാർഗേരിയന്റെ കിങ്സ് ഗാർഡ് ആയിട്ട് എനിക്ക് ജോയിൻ ചെയ്യണമെന്നെല്ലാം പറയാണ്. പക്ഷെ എഗ്ഗ് പറയുന്നുണ്ട് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നിങ്ങളെ ടാർഗേരിയൻസ് കിങ്സ് ഗാർഡ് ആയിട്ട് എടുക്കുന്നു തോന്നുന്നുണ്ടോന്ന്.
ഇവനിത് പറയാനുള്ള കാരണം നേരത്തെ ഡോണൽ എന്ന് പറയുന്ന ഒരു പുള്ളിനെ പരിചയപ്പെട്ടല്ലോ. പുള്ളിയാണെങ്കിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തീരദേശത്ത് നിന്ന് വന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഈ മൊട്ട അവൻ പറയുന്നുണ്ട് അയാള് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളല്ല, അയാളുടെ അച്ഛൻ വലിയൊരു നാവികസേന നയിക്കുന്ന ഒരാളാണ്. ഇത് കേൾക്കുമ്പോൾ ഡങ്കിന് ചെറിയൊരു നിരാശ വരാണ്. ഇന്നേരം ആദ്യ മത്സരത്തിന് തുടക്കം കുറിക്കുകയാണ്. ശബ്ദം കേട്ടിട്ട് എല്ലാവരും ആ ഒരു മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവാണ്. കാഴ്ചക്കാരായിട്ട് ജനങ്ങൾക്കൊപ്പം ലോർഡ് ആഷ്ഫോർഡും ടാർഗേരിയൻസും എല്ലാവരും തന്നെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള യോദ്ധാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതില് ബെയ്ലോൺ ടാർഗേരിയന്റെ മകനുണ്ട്. മത്സരം തുടങ്ങുമ്പോൾ എല്ലാവരും ആവേശത്തിലാവാണ്. പക്ഷെ നമ്മുടെ ഡങ്ക് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വെറും ഒരു എന്റർടൈനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണെങ്കിലും ഇത് എത്രത്തോളം അപകടമാണെന്ന് അവന് കാണുമ്പോൾ മനസ്സിലാവാണ്. ഓരോ യോദ്ധാക്കൾക്കും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആ ഒരു കുന്തം കൈമാറാനായിട്ട് അവരുടെ സഹചാരികളുണ്ട്. നമ്മുടെ ഡങ്കിന് ഈ ഒരു മൊട്ടക്കുട്ടപ്പം മാത്രമേ ഉള്ളൂ. അവൻ എങ്ങനെയാണ് അത്രയും വലിയൊരു കുന്തം അവന് കൈമാറാന്നെല്ലാം അവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ പതിയെ റിയലൈസേഷനിലേക്ക് അവൻ വരാണ്. ആ മത്സരം എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് ആ ഒരു എൽട്രിയുടെ ചോട്ടിലേക്ക് വരാണ്. എഗ് ആണെങ്കിൽ ഡങ്കിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കാണ്. പുള്ളി എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ ഡങ്കിന്റെ മനസ്സിലാണെങ്കിൽ ഒരു തിരിച്ചറിവ് വരാണ്. അവന്റെ ആശാനായിട്ടുള്ള എർലൻ ഓഫ് പെനിട്രി പുള്ളി അവന് പകർന്നു തന്ന വിദ്യകളെല്ലാം അവൻ ഓർത്തെടുക്കാണ്. അവന് പറഞ്ഞു തന്ന പാഠങ്ങളെല്ലാം അവൻ ഓർക്കാണ്. മേ ബി അദ്ദേഹം ഒരു നല്ല യോദ്ധാവല്ലായിരുന്നിരിക്കാം, പക്ഷെ അയാളുടെ ലെഗസി ഞാൻ കാത്തു സൂക്ഷിക്കണം. എർലൻ ഡങ്കിന് എന്താണ് പകർന്നു കൊടുത്തിരിക്കുന്നതെന്ന് എല്ലാവരെയും അവൻ കാണിച്ചു കൊടുക്കുമെന്ന് മനസ്സിൽ അവൻ പ്രതിജ്ഞ എടുക്കാണ്. അവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും അന്നാര സുമനാര.